ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി ഡെസ്റ്റിനോഗ്രാം. അപ്പോൾ നമ്മൾ അസർബൈജാനിലേക്കുള്ള ഒരു യാത്രയിലാണ്. അബുദാബി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഡ്യൂട്ടി ഫ്രീയും അതും ഇതുമൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന കുപ്പികൾ ഇങ്ങനെ നിരനിരയാക്കി വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി ഫ്രീയിൽ കുപ്പിയൊന്നും വാങ്ങിയില്ല. അങ്ങനെ നോക്കി നമ്മൾ ഗേറ്റ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്രയിൽ കൂടെയുള്ളത് ദീപക്കിൻ്റെ വൈഫ് അഞ്ജലിയുമാണ്. നമ്മൾ 3 പേരുമാണ് ഈ യാത്ര നടത്തുന്നത്. കുറേ മുന്നേ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിക്കണം എന്നുള്ള. അപ്പോൾ അതിന്ന് യാഥാർത്ഥ്യമാവുകയാണ്. വിസ് എയറിലാണ് നമ്മുടെ യാത്ര. നമുക്ക് ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ കൂടിയിട്ട് ഒരു 700 സംതിങ്ങേ വന്നിട്ടുള്ളൂ മൊത്തത്തിൽ റേറ്റ്. പുഷ്പൊക്കെ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റാണ് വിസ് എയർ. അങ്ങനെ നമ്മൾ ഹൈദർ അലിയാർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. വലിയൊരു എയർപോർട്ടാണ്, കാണാൻ അടിപൊളിയാണ് എല്ലാം കൊണ്ടും. ഇതാണ് നമ്മളൊന്ന് ഫ്ലൈറ്റ്. ദീപക് അഞ്ജലിയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് അബുദാബിയിൽ നിന്ന് പിന്നെ അസർബൈജാനിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പെട്ടിയെടുത്ത് നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. എമിഗ്രേഷനും അങ്ങനത്തെ എല്ലാം വളരെ സിമ്പിളായിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. നമ്മൾ ഓൾറെഡി ഓൺ അറൈവൽ വിസക്ക് പകരം മുൻകൂട്ടി വിസ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഓൺ അറൈവൽ കിട്ടുമായിരുന്നു, പക്ഷേ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കാണിച്ച് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ വാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അസർബൈജാനിലുള്ള ഒരു ട്രാവൽസ് ടീമുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരാണ് നമുക്കുള്ള റൂമും അങ്ങോട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകാനുള്ള വണ്ടിയൊക്കെ സെറ്റാക്കി തന്നത്. സ്പിരിച്വൽ ട്രാവൽസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ പോയത് ഹൈദർ അലിയേവ് സെൻറ്ററിലാണ്. അതായത് ഇവിടുത്തെ മ്യൂസിയമാണ്. മ്യൂസിയത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. വലിയ മ്യൂസിയമാണിത്, വലിയ മ്യൂസിയം. ഇവിടുന്ന് ഓപ്പണിങ് ഒരു 20 മന്നത്താണ്. നമ്മൾ ഒരു 40 റംസോളം വരും. നമ്മൾ കയറി നമ്മളിങ്ങനെ ഉള്ളിലത്തെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു കാറാണ്, അവർ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ നമ്മുടെ മാൻട്രക്കിൻ്റെ തല പോലത്തെ കുറേ ശില്പങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഒരു കാറ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മെറ്റൽ കൊണ്ട്. അതുപോലെ ഒരു പക്ഷി, ഒരു പോത്തിൻ്റെ തല, അങ്ങനത്തെയൊക്കെയാണ്. മയിൽ, ഉള്ളിൽ കുറേ ചിത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് ഇവിടുത്തെ രാജാവല്ല, അതൊരു സ്കൂട്ടറിൻ്റെ വില ഒരാളിരിക്കുന്ന ഒരു ശില്പമാണ്. ഉള്ളിലുള്ള കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം.
കാണാൻ ഒരുപാടുണ്ട്. അസർബൈജാൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെ വാദ്യോപകരണങ്ങൾ, അവരുടെ ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഹിസ്റ്ററി പഠിക്കുന്നയാൾക്കെല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹിസ്റ്ററി പഠിക്കുന്നയാൾക്കല്ല, ചരിത്രപരമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളയാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം. ഹൈദർ അലിയർ സെൻറ്റർ, ഹൈദർ അലിയർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളത്. മ്യൂസിക് പരമായിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രതിമാടവും ബറോസിലെ ഭൂതത്തിനെ പോലത്തെ ഒരു സാധനം. ജിംബൂമ്പ കൊള്ളാമല്ലേ, കാണാൻ നല്ല രസമില്ലേ? കൊള്ളാം. ദേ കിടക്കുന്നു ഗ്രീക്ക് ദേവതയെ പോലെ ഒരു പ്രതിമ. എന്നോട് കാണാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്, അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. അത് ഇവിടെ അതുപോലെ എടുത്ത് ഷോ കേസിലെടുത്ത് വെച്ച് ഷോവിനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. ഇവിടുത്തെ പണ്ടത്തെ എന്താ പറയണ്ടേ രാജാക്കന്മാരോ മന്ത്രിമാരെല്ലാം ഉപയോഗിച്ച വണ്ടികളാണെന്ന് തോന്നുന്നു. മെർസിഡസ് ബെൻസിൻ്റെ വണ്ടി
അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ പോയത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫ്ലെയിം ടവറിൻ്റെ അടുത്താണ്. ഈ കാണുന്നതാണ് ഫ്ലെയിം ടവർ. അതായത് തീ കത്തുന്നതിൻ്റെ ആകൃതിയിലുള്ള 3 ടവറുകളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഗ്യാസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാണുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാൻഡ് ഓഫ് ഫയർ ആണല്ലോ അസർബൈജാൻ. അപ്പോൾ പിന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുന്ന് നേരെ നടന്ന് ലിറ്റിൽ വെനീസും കണ്ട് നേരെ ഓൾഡ് ബാക്കുവിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓൾഡ് ബാക്കു ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളുമായി വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് മൈ ചാനൽ ദ ഡെസ്റ്റിനോഗ്രാം. കീപ് വാച്ചിങ് പാർട്ട് 2 നാളെ.